ഈ രണ്ട് സഹോദരിമാർ 6 ദിവസം തുറുങ്കിലടയ്ക്കപ്പെടുവാൻ പര്യാപ്തമായ കാരണങ്ങൾ ഈ പൊതുസമൂഹത്തിന് ബോധ്യമാകണ്ടേ? എന്താണ് കാരണം? മനുഷ്യക്കടത്ത്, മതപരിവർത്തനം ആരോപണമായി മുൻപിൽ നിൽക്കുന്നു. സത്യസന്ധമാണെങ്കിൽ എന്തിനാണ് അവരെ ഒളിഞ്ഞും തെളിഞ്ഞും നിർബന്ധിക്കുന്നത്, അവരുടെ ബന്ധുക്കളെ നിർബന്ധിക്കുന്നത്? ആരോപിക്കപ്പെടുന്ന ഈ കുറ്റം വേഗം ഭീകരമായ പട്ടികയിലാണല്ലോ പെടുത്തിയിരിക്കുക. ഇവർ നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന നമ്മുടെ പെങ്ങന്മാരാണ്. ആരോ ചോദിക്കുന്നത് കേട്ടു, മറ്റൊരിടത്തും വലിയ പ്രശ്നമില്ലല്ലോ, കേരളത്തിൽ എന്താ ഇത്ര വലിയ പ്രശ്നമെന്ന്. സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന മിഷണറിമാർ വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ടുള്ള ഈ ദേശത്തെ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ല, സകല സുമനസ്സുകളും ഒരുപോലെ ചോദിക്കുന്നു, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? ഇതിനാണ് നാം ഒരുമിച്ചുകൂടി ഈ പൊതുസമൂഹത്തോട് പങ്കുവയ്ക്കുക. ഇതൊരു വ്യക്തിയോടോ ഒരു രാഷ്ട്രത്തോടോ ഒരു ജനാധിപത്യ സംവിധാനത്തോടോ ഭരിക്കുന്ന പാർട്ടിയോടോ ഉള്ള വെല്ലുവിളിയല്ല, ഇതൊരാവശ്യമാണ്. ന്യായമായി മതന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്തെ ഭരണാധികാരികളുടെ മുമ്പിൽ വയ്ക്കുന്ന ന്യായമായ ഒരപേക്ഷയാണ്. മതേതരത്വം ഏത് മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും അധികാരവും അവകാശവും വിശുദ്ധമായ ഒരു ഭരണഘടന നൽകിയ രാജ്യത്തെ ജനങ്ങളാണ് ആവശ്യപ്പെടുക. ഈ സന്യാസിനിമാർ വിദേശികളൊന്നുമല്ല. ഈ സന്യാസിനിമാർ ഭാരതത്തിന്റെ പൈതൃകം പേറുന്ന 2 പെങ്ങന്മാരാണ്, 2 സഹോദരിമാരാണ്. അവർ ചെയ്ത അപരാധം ഈ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അധികാരികളുടെ ധാർമ്മികമായ ബാധ്യതയാണ്.